قالوا وأقبلوا عليهم ماذا تفقدون. അവർ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്താകുന്നു? قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. രാജസേവകർ പറഞ്ഞു, രാജാവിന്റെ പാനപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കൊണ്ടുവന്നു തരുന്നവന് ഒരൊട്ടകം ചുമക്കുന്ന ധാന്യം സമ്മാനമുണ്ട്. ഞാൻ അത് ഉറപ്പു തരുന്നു. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. ആ സഹോദരന്മാർ പറഞ്ഞു, അല്ലാഹുവാണ്, ഞങ്ങൾ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ലെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഞങ്ങൾ മോഷ്ടാക്കളുമല്ല. قالوا فما جزاؤه إن كنتم كاذبين. സേവകർ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് തെളിയുകയാണെങ്കിൽ എന്താണ് അതിന് ശിക്ഷ? قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. അവർ പറഞ്ഞു, അതിന്റെ ശിക്ഷയോ, ആരുടെ സാധനങ്ങളിൽ നിന്നാണോ തൊണ്ടി കണ്ടെടുക്കുന്നത് അവനെ ബന്ധിയാക്കാം. ഇങ്ങനെയാണ് ഞങ്ങൾ ഇത്തരം അക്രമികളെ ശിക്ഷിക്കാറുള്ളത്. ഈ സഹോദരന്മാർ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിലെ വ്യക്തികളായിരുന്നുവെന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. അതിനാൽ മോഷണത്തെ സംബന്ധിച്ച് അവർ വിവരിച്ച നിയമം, അതായത് മോഷ്ടാവ് മോഷണ വസ്തുവിന്റെ ഉടമയുടെ അടിമയായി കഴിയണമെന്നത് ഇബ്രാഹിമി ശരീഅത്തിലെ നിയമമായിരുന്നു. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. യൂസഫ് തന്റെ പൂർണ്ണ സഹോദരന്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിച്ചു തുടങ്ങി. കാണാതായ വസ്തു ഒടുവിൽ സഹോദരന്റെ ഭാണ്ഡത്തിൽ നിന്ന് പുറത്തെടുത്തു. ഇപ്രകാരം നാം യൂസഫിനെ നമ്മുടെ തന്ത്രത്തിലൂടെ സഹായിച്ചു. ഇങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ രാജാവിന്റെ ദീനിൽ അഥവാ മിസ്രിലെ രാജകീയ നിയമമനുസരിച്ച് തന്റെ സഹോദരനെ പിടിച്ചുവെക്കുക അദ്ദേഹത്തിന് ഭൂഷണമായിരുന്നില്ല. നാം ഇച്ഛിക്കുന്നവർക്ക് പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. അറിവുള്ളവർക്കെല്ലാം മീതെയായി ഒരു സർവജ്ഞനുണ്ട്. ഈ സംഭവ പരമ്പരയിൽ യൂസുഫിനെ സഹായിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ച ഉപായം എന്തായിരുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ്. യാത്രാസംഘത്തെ മോഷണം നടത്തിയെന്ന് സംശയിച്ച് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞുവെച്ചതിൽ അസാധാരണമായി ഒന്നുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ എല്ലാ സർക്കാർ ജോലിക്കാരും ചെയ്യുന്നതാണത്. പിന്നെ അല്ലാഹുവിന്റെ ആ പ്രത്യേക തന്ത്രം എന്തായിരുന്നു? ഉദ്യോഗസ്ഥന്മാർ പതിവിന് വിപരീതമായി മോഷ്ടാക്കളെന്ന് സംശയിക്കുന്നവരോട് അതിനുള്ള ശിക്ഷ എന്തായിരിക്കണമെന്ന് ചോദിക്കുകയും അവർ ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് മോഷ്ടിച്ചവനെ പ്രതിഫലമായി എടുക്കണമെന്ന് പറയുകയും ചെയ്യുക. ഇതായിരുന്നു ആ തന്ത്രമെന്ന് മുകളിലെ ആയത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹുവിന്റെ തന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയാണെന്ന് ശേഷമുള്ള ആയത്തും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് യൂസഫിന് 2 ഗുണമുണ്ടായി. 1, ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. 2, സഹോദരനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരം തന്റെ കൂടെ തന്നെ നിർത്താൻ കഴിഞ്ഞു. വ്യക്തിപരമായ കാര്യത്തിൽ ഈജിപ്തിലെ രാജനിയമമനുസരിച്ച് പ്രവർത്തിക്കുന്നത് യൂസഫ് നബിയുടെ പ്രവാചകത്വത്തിന് ഭൂഷണമായിരുന്നില്ല. സഹോദരനെ തടഞ്ഞുവെക്കാൻ അദ്ദേഹം ആസൂത്രണം ചെയ്ത തന്ത്രം ഫലപ്രദമായിരുന്നുവെന്നത് ശരിതന്നെ.
പക്ഷേ ഈജിപ്തിലെ രാജാവിന്റെ ക്രിമിനൽ നിയമമനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമെന്ന ഒരു ന്യൂനത അതിനുണ്ടായിരുന്നു. അതാകട്ടെ, അനിസ്ലാമിക നിയമങ്ങളുടെ സ്ഥാനത്ത് ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഭരണപരമായ അധികാരങ്ങൾ ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ പ്രവാചകത്വ പദവിയോട് യോജിക്കുന്നതായിരുന്നില്ല. പ്രവാചകനെ ഇത്തരം ഒരു അബദ്ധത്തിൽ അകപ്പെടുത്തി ആ വ്യക്തിത്വത്തിന് ഒരു ന്യൂനത ഉണ്ടാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ ഒരു പ്രത്യേക തന്ത്രം ഉപയോഗിച്ച് യൂസുഫിന്റെ സഹോദരന്മാരോട് അവിചാരിതമായി മോഷണത്തിന്റെ ശിക്ഷ എന്തായിരിക്കണമെന്ന് ചോദിക്കാനും അതിനു മറുപടിയായി അവർ ഇബ്രാഹീമിന്റെ ശരീഅത്ത് വിവരിച്ചു കൊടുക്കാനും അള്ളാഹു സന്ദർഭം സൃഷ്ടിച്ചു. ഇതിൽ അസാധാരണത്വം ഒട്ടുമുണ്ടായിരുന്നില്ല. കാരണം യൂസുഫിന്റെ സഹോദരന്മാർ ഒരു സ്വതന്ത്ര ദേശത്തു നിന്ന് വരുന്നവരായിരുന്നു. അതിനാൽ അവരുടെ നാട്ടിലെ ഭരണഘടനയ്ക്ക് അനുസൃതമായി തങ്ങളുടെ കൂട്ടുകാരൻ ആരുടെ ധനമാണോ മോഷ്ടിച്ചത് അയാളുടെ അടിമയായി അവന് നൽകാൻ അവർ സന്നദ്ധരുമായിരുന്നു. എന്നിരിക്കെ ഈ പ്രശ്നത്തിൽ ഈജിപ്തിലെ ക്രിമിനൽ നിയമത്തിന്റെ സഹായം തേടേണ്ട ഒരാവശ്യമുണ്ടായിരുന്നില്ല. ഈ വസ്തുതയാണ് ശേഷമുള്ള 2 ആയത്തുകളിൽ അള്ളാഹു അവന്റെ ഔദാര്യവും സർവജ്ഞതയുമായി വിവരിച്ചിരിക്കുന്നത്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഒരു പദവി എന്തുണ്ട് ലഭിക്കാൻ? മാനുഷികമായ ദൗർബല്യങ്ങൾ കാരണം അദ്ദേഹം ചെറിയ ഒരു പാകപ്പിഴവിൽ അകപ്പെടുമ്പോൾ അള്ളാഹു അദൃശ്യമാർഗത്തിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏർപ്പാട് ചെയ്യുന്നു. അധ്വാന പരിശ്രമങ്ങൾ വഴി വലിയ വലിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ തങ്ങളുടെ മേന്മ തെളിയിച്ചു കഴിഞ്ഞവർക്ക് മാത്രമേ ഇത്രയും ഉന്നതമായ പദവി ലഭിക്കുകയുള്ളൂ. യൂസുഫ് നബി വിജ്ഞാനമുള്ളവനും ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്ന വ്യക്തിയുമായിരുന്നുവെന്നത് ശരി തന്നെ. പക്ഷേ എന്നിട്ടും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന് അല്പം പാകപ്പിഴ പറ്റി. എല്ലാ അറിവാളന്മാരുടെയും മീതെയുള്ള അഭിജ്ഞനായ അള്ളാഹുവാണ് ആ കുറവ് നികത്തിയത്. ഇവിടെ ചില കാര്യങ്ങൾ കൂടുതൽ വിശദീകരണം അർഹിക്കുന്നുണ്ട്. സംക്ഷിപ്തമായി അവ വിവരിക്കാം. 1. രാജനിയമമനുസരിച്ച് യൂസുഫിന് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ സാധ്യമായിരുന്നില്ല എന്നാണ് സാധാരണ ഇതിന് പരിഭാഷ പറയാറുള്ളത്. മാ കാന ലിയഖുദ എന്നതിന് പിടിച്ചുവെക്കുന്നത് ശരിയല്ല എന്നോ പിടിച്ചുവെക്കുന്നത് ഭൂഷണമല്ല എന്നോ പറയുന്നതിന് പകരം പിടിച്ചുവെക്കാൻ സാധ്യമായിരുന്നില്ല എന്നാണ് പരിഭാഷകരും വ്യാഖ്യാതാക്കളും പറയാറുള്ളതെന്നർത്ഥം. പക്ഷേ ഈ പ്രയോഗം ഒന്നാമതായി അറബി ഭാഷാ ശൈലിക്കും ഖുർആന്റെ പ്രയോഗത്തിനും നിരക്കാത്തതാണ്. കാരണം അറബിയിൽ സാധാരണ മാ കാന എന്ന പ്രയോഗം അനുയോജ്യമല്ല, അഭികാമ്യമല്ല എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. ഖുർആനിലും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് അധികവും ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമതായി പരിഭാഷകരും വ്യാഖ്യാതാക്കളും പറയുന്ന പൊതുവായ അർത്ഥമെടുക്കുകയാണെങ്കിൽ അത് തികച്ചും നിരർത്ഥകമായി തീരുന്നതാണ്. രാജനിയമപ്രകാരം കള്ളനെ പിടിച്ചുവെക്കാൻ സാധ്യമല്ലെങ്കിൽ എന്താണതിന് കാരണം? കള്ളനെ പിടിക്കാൻ അനുവാദം നൽകാത്ത നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും രാജ്യം ലോകത്തുണ്ടായിരുന്നുവോ? 2. രാജനിയമത്തെപ്പറ്റി ദീനിൽ മലിക്കി എന്ന് പ്രയോഗിച്ചുകൊണ്ട് മാ കാനലി യഹുദ എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അർത്ഥത്തിലേക്കാണ് അള്ളാഹു സൂചന നൽകിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിൽ രാജനിയമം നടപ്പാക്കാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കാനാണെന്ന് വ്യക്തം. പരിതസ്ഥിതിയുടെ സമ്മർദ്ദം മൂലം രാജനിയമത്തിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ നിയമം പൂർണ്ണമായി നടപ്പാക്കാൻ അതുവരെ സാധ്യമായിട്ടില്ലെന്ന് കരുതുക. എങ്കിൽ പോലും പ്രവാചകൻ നന്നേ ചുരുങ്ങിയത് തന്റെ വ്യക്തിപരമായ കാര്യത്തിലെങ്കിലും രാജനിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അതിനാൽ യൂസുഫ് നബി രാജനിയമമനുസരിച്ച് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാതിരിക്കുക എന്നത് രാജനിയമത്തിൽ അങ്ങനെ പിടിച്ചുവെക്കാൻ അധികാരമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് പ്രവാചകനെന്ന നിലയിൽ തന്റെ വ്യക്തിഗതമായ കാര്യങ്ങളിലെങ്കിലും അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിന് നിർബന്ധമാണ്. അതിൽ രാജനിയമത്തെ അനുസരിക്കുന്നത് തികച്ചും അനുചിതവുമാണ്. 3. രാജ്യനിയമത്തെപ്പറ്റി ദീൻ എന്ന പദം പ്രയോഗിക്കുക വഴി ദീനിന്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമായും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രബോധനം മതത്തിന്റെ പൊതുവായ അർത്ഥത്തിൽ ഏകദൈവത്തെ പൂജിക്കുക, മതപരമായ ചില അടയാളങ്ങളും ആചാരങ്ങളും നിലനിർത്തുക എന്നതിൽ മാത്രം പരിമിതമായിരുന്നുവെന്ന് വാദിക്കുന്നവരുടെ അടിസ്ഥാനം തന്നെ ഇതുവഴി തകർന്നുപോയിരിക്കുന്നു. നാഗരികവും രാഷ്ട്രീയവും സാമ്പത്തികവും നീതിന്യായപരവും മറ്റുമായ ഐഹിക പ്രശ്നങ്ങൾക്കൊന്നും മതവുമായി ബന്ധമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ദീനിന്റെ മാർഗദർശനം കേവലം ഐച്ഛിക സ്വഭാവമുള്ളതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതാണെങ്കിലും മനുഷ്യൻ സ്വയം നിർമ്മിച്ച അടിസ്ഥാനങ്ങളും പദ്ധതികളും അനുസരിച്ച് ജീവിക്കുന്നതിലും തകരാറൊന്നുമില്ല എന്നെല്ലാമാണ് അവർ ചിന്തിക്കുന്നത്. മതത്തെ സംബന്ധിച്ച ഈ വിഭാവനം അടിമുടി അബദ്ധമാണ്.
മുസ്ലിങ്ങളെ ഇസ്ലാമിക ജീവിത വ്യവസ്ഥ സംസ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒരളവോളം അശ്രദ്ധരാക്കിയത് ഈ അബദ്ധവീക്ഷണമാണ്. അതിന്റെ ആധിപത്യം മുസ്ലിങ്ങളെ അനിസ്ലാമികമായ ജാഹിലിയ ജീവിത വ്യവസ്ഥകളിൽ സംതൃപ്തരാക്കി. മാത്രമല്ല, ഒരു പ്രവാചകന്റെ ചര്യയായി അവർ അതിനെ മനസ്സിലാക്കുക കൂടി ചെയ്തു. അങ്ങനെ അനിസ്ലാമിക വ്യവസ്ഥകളുടെ ഭാഗമായി പ്രവർത്തിക്കാനും സ്വയം അതിന്റെ നടത്തിപ്പുകാരായി വർത്തിക്കാനും തുടങ്ങി. ഇത് തികച്ചും തെറ്റായിരുന്നുവെന്ന് ഈ ആയത്ത് തെളിയിക്കുന്നു. നമസ്കാരവും നോമ്പും സക്കാത്തും ഏതു പ്രകാരം ദീനാണോ അതേ പ്രകാരം സാമൂഹിക വ്യവസ്ഥയും രാഷ്ട്ര സംവിധാനവും നിയമ നടപടികളും ദീൻ തന്നെയാണെന്ന് ഇവിടെ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ദീൻ കൊണ്ടുദ്ദേശിക്കുന്നത് നമസ്കാരവും നോമ്പും മാത്രമല്ല, ഇസ്ലാമിന്റെ സാമൂഹിക വ്യവസ്ഥയും കൂടിയാണ്. അതിനെ ഒഴിവാക്കി മറ്റേതെങ്കിലും വ്യവസ്ഥയെ പിൻപറ്റുകയാണെങ്കിൽ അതൊരിക്കലും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല. 4. ഇവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കാം. ഈ സമയം വരെ ഈജിപ്ഷ്യൻ ഭരണകൂടത്തിൽ രാജനിയമം തന്നെയാണ് നടന്നു വന്നിരുന്നത് എന്ന് എന്തായാലും ഇതിൽ നിന്ന് സ്ഥാപിതമാവുന്നുണ്ട്. മുമ്പ് നമുക്ക് തന്നെ മനസ്സിലായതുപോലെ ഈ സമയത്ത് യൂസുഫ് നബി തന്നെയായിരുന്നു ഈജിപ്തിലെ പരമോന്നത ഭരണാധികാരിയെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി തന്റെ സ്വന്തം കൈകൊണ്ട് നാട്ടിൽ രാജനിയമം നടപ്പാക്കുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എങ്കിൽ പിന്നെ തന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം രാജനിയമത്തിന് പകരം ഇബ്രാഹിമി ശരീഅത്ത് പ്രാവർത്തികമാക്കുന്നതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് വന്നുകൂടുന്നത്? അതിന്റെ മറുപടി ഇതാണ്: അള്ളാഹുവിന്റെ ദീൻ നടപ്പാക്കാൻ വേണ്ടി തന്നെയായിരുന്നു യൂസുഫ് നബി കൽപ്പിക്കപ്പെട്ടിരുന്നത്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവാചക ദൌത്യവും ഭരണത്തിന്റെ ലക്ഷ്യവും. പക്ഷേ ഒരു രാഷ്ട്രത്തിന്റെ വ്യവസ്ഥ ഒരു ദിവസം കൊണ്ട് മാറ്റിപ്പണിയുക സാധ്യമല്ല. ഇന്ന് ഏതെങ്കിലും രാഷ്ട്രം പൂർണ്ണമായി മുസ്ലിമിന്റെ അധീനത്തിലായാൽ അതിൽ ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി കാപട്യമില്ലാതെ പ്രവർത്തിച്ചാൽ പോലും അവിടുത്തെ നാഗരിക, സാമ്പത്തിക, രാഷ്ട്രീയ, നീതിന്യായ വ്യവസ്ഥകൾ ഫലത്തിൽ മാറണമെങ്കിൽ വർഷങ്ങൾ തന്നെ പിടിക്കും. കുറെ കാലത്തേക്ക് മുമ്പത്തെ നിയമങ്ങൾ നിലനിർത്തേണ്ടി വരും. ചരിത്രം തന്നെ ഇതിന് സാക്ഷിയല്ലേ. നബി തിരുമേനിക്ക് പോലും അറേബ്യൻ ജീവിത വ്യവസ്ഥിതിയിൽ പൂർണ്ണമായ ഒരു ഇസ്ലാമിക വിപ്ലവം സാധിക്കുന്നതിന് 10 വർഷത്തോളം വേണ്ടി വന്നില്ലേ? ഈ കാലഘട്ടത്തിൽ അന്ത്യപ്രവാചകന്റെ രാഷ്ട്രത്തിൽ കുറച്ചുകാലം മദ്യപാനവും പലിശ ഇടപാടും നിലനിന്നിരുന്നു. ജാഹിലിയ അനന്തരാവകാശ നിയമം നിലനിന്നു. പുരാതനമായ വിവാഹമോചന നിയമങ്ങൾ തുടർന്നുവന്നു. നിഷിദ്ധമായ കച്ചവടത്തിന്റെ വിവിധ രൂപങ്ങൾ അനുവർത്തിച്ചു വന്നു. ഇസ്ലാമിക സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ആദ്യ ദിവസം തന്നെ പൂർണ്ണ രൂപത്തിൽ നടപ്പാക്കിയിരുന്നില്ല. എന്നിരിക്കെ യൂസഫിന്റെ രാഷ്ട്രത്തിൽ ആദ്യത്തെ 8-9 വർഷം പഴയ രാജനിയമത്തിലെ ചില വിധികൾ ശേഷിച്ചിരുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ എന്താണുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ ഈജിപ്തിൽ ദൈവത്തിന്റെ നിയമങ്ങളായിരുന്നില്ല, മറിച്ച് രാജാവിന്റെ നിയമങ്ങളായിരുന്നു നടപ്പാക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് എങ്ങനെയാണ് അതിൽ നിന്ന് ലഭിക്കുക? നാട്ടിൽ രാജനിയമമായിരുന്നു നടന്നിരുന്നതെങ്കിൽ യൂസഫ് നബി സ്വന്തം കാര്യത്തിൽ ആ നിയമമനുസരിച്ച് പ്രവർത്തിക്കാഞ്ഞത് അനുചിതമായില്ലേ എന്നും ചോദിച്ചേക്കും. എന്നാൽ തിരുമേനിയുടെ മാർഗം പരിശോധിക്കുമ്പോൾ ഈ പ്രശ്നവും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്നതാണ്. തിരുമേനിയുടെ രാഷ്ട്രത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാവുന്നതിന് മുമ്പ് ജനങ്ങൾ പഴയപടി മദ്യപിച്ചിരുന്നു എന്നുവെച്ച് തിരുമേനിയും മദ്യപിച്ചിരുന്നുവോ? ജനങ്ങൾ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തിരുമേനിയും അപ്രകാരം ചെയ്തിരുന്നുവോ? ജനങ്ങൾ അവധി കല്യാണം നടത്തിയിരുന്നു. 2 സഹോദരിമാരെ ഒരുമിച്ച് ഭാര്യമാരാക്കി വച്ചിരുന്നു. പക്ഷേ തിരുമേനിയും അങ്ങനെ ചെയ്തിരുന്നുവോ? ഇസ്ലാമിക നിയമങ്ങളുടെ ഭാഗങ്ങൾ പടിപടിയായി നടപ്പാക്കുന്ന ഈ ഘട്ടത്തിൽ ചില നിർബന്ധിത അവസ്ഥകൾ കാരണം ഇസ്ലാമിക പ്രബോധകൻ സ്വയം ജാഹിലിയ മാർഗത്തിലൂടെ ചരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പടിപടിയായി എന്ന ഇളവ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഏതൊരു മാർഗം തുടച്ചു നീക്കാൻ വേണ്ടി താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അതേ ദുഷിച്ച മാർഗത്തിലൂടെ ചരിക്കുന്നത് പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഭികാമ്യമല്ല. إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. ആ സഹോദരന്മാർ പറഞ്ഞു, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമില്ല. ഇതിനു മുമ്പ് ഇവന്റെ സഹോദരൻ യൂസുഫും മോഷണം നടത്തിയിട്ടുണ്ട്. അവരുടെ ഈ വർത്തമാനം യൂസുഫ് മനസ്സിലൊതുക്കി. യാഥാർത്ഥ്യം അവരോട് വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു,
നിങ്ങൾ മഹാദുഷ്ടന്മാർ തന്നെ. എന്റെ മുമ്പിൽ വെച്ച് ഉന്നയിക്കുന്ന ഈ ആരോപണത്തിന്റെ യാഥാർത്ഥ്യം നന്നായി അറിയുന്നവനാകുന്നു അല്ലാഹു. തങ്ങളുടെ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സഹോദരന്മാർ ഇത് പറഞ്ഞത്. മുമ്പ് ഞങ്ങൾ മോഷ്ടാക്കളല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നഷ്ടപ്പെട്ട സാധനം സഹോദരന്റെ ഭാണ്ഡത്തിൽ നിന്ന് കണ്ടുകിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു കളവ് കേസ് ചമച്ച് ആ സഹോദരനെ ഒറ്റപ്പെടുത്തുകയും അവനോടൊപ്പം അവന്റെ പൂർവ്വ സഹോദരനെയും കൂട്ടിക്കെട്ടുകയുമാണ് അവർ ചെയ്തത്. യൂസുഫിന് ശേഷം ഈ സഹോദരന്മാർ ബിനിയാമിനോട് എപ്രകാരമായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക എന്നും എന്തടിസ്ഥാനത്തിലാണ് അവൻ വീണ്ടും അവരുടെ കൂടെ പോകരുതെന്ന് യൂസുഫിനും ബിനിയാമിനും തോന്നിയതെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين. അവർ അപേക്ഷിച്ചു, പ്രഭോ, അവന് പടുവൃദ്ധനായ പിതാവുണ്ട്. അതിനാൽ അവന്റെ സ്ഥാനത്ത് അങ്ങ് ഞങ്ങളിൽ ആരെയെങ്കിലും ബന്ദിയാക്കിയാലും ഞങ്ങൾ അങ്ങയെ വളരെ സന്മനസ്സുള്ളവനായി കാണുന്നുവല്ലോ. ഇവിടെ യൂസുഫിനെ പറ്റി അസീസ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നതിനാൽ മുമ്പ് സുലൈഖയുടെ ഭർത്താവുണ്ടായിരുന്ന സ്ഥാനത്താണ് അദ്ദേഹം നിയമിക്കപ്പെട്ടതെന്ന് വ്യാഖ്യാതാക്കൾ അനുമാനിച്ചിരിക്കുന്നു. പിന്നീട് അതിന്മേൽ കൂടുതൽ അനുമാനങ്ങൾ കെട്ടിപ്പടുത്ത് അവർ പറഞ്ഞു, ആദ്യത്തെ അസീസ് മരിച്ചുപോയിരുന്നു. ആ സ്ഥാനത്താണ് യൂസുഫ് നബി നിയമിക്കപ്പെട്ടത്. അപ്പോഴേക്കും യൂസുഫിന്റെ മോജിസത്ത് മുഖേന സുലൈഖ ഒരു തരുണിയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈജിപ്തിലെ രാജാവ് അവരെ യൂസുഫിന് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ യൂസുഫും സുലൈഖയും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ പോലും ഏതോ മാർഗത്തിലൂടെ നമ്മുടെ മുഫസ്സിറുകൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതെല്ലാം കേവലം ഊഹങ്ങളാണ്. അസീസ് എന്ന പദം ഈജിപ്തിലെ ഏതെങ്കിലും ഒരു പദവിക്കുള്ള പ്രത്യേക പേരല്ലെന്നും മറിച്ച് അധികാരസ്ഥൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പൊതുപദമാണെന്നും മുമ്പ് നാം വ്യക്തമാക്കിയിട്ടുണ്ട്. മിക്കവാറും ഈജിപ്തിൽ വലിയ ആളുകളെ സംബോധന ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സർക്കാർ എന്ന് പറയുന്ന പോലെ വല്ല സാങ്കേതിക പദവും പ്രചാരത്തിലുണ്ടായിരിക്കണം. ആ പദത്തെ ഖുർആൻ ഇവിടെ അസീസ് എന്ന് തർജ്ജമ ചെയ്തതായിരിക്കാം. സുലൈഖയും യൂസുഫും തമ്മിലുള്ള വിവാഹ പ്രശ്നമാണ് മറ്റൊന്ന്. ഈ കെട്ടുകഥയ്ക്ക് അടിസ്ഥാനം പോത്തീഫറയുടെ മകൾ ആസ്നത്തിനെ യൂസുഫ് വിവാഹം ചെയ്തതായി ബൈബിളിലും തൽമൂദിലും വിവരിച്ചിട്ടുള്ളതാണ്. സുലൈഖയുടെ ഭർത്താവിന്റെ പേർ പോത്തീഫർ എന്നായിരുന്നു. ഈ വസ്തുത ഇസ്രായേലി റിപ്പോർട്ടുകളിലൂടെ പിന്നീട് മുഫസ്സിറുകളുടെ അടുത്തെത്തി. വാക്യരൂപത്തിലുള്ള ഉദ്ധരണികളായതിനാൽ പോത്തിഫറ വളരെ വേഗത്തിൽ പോത്തിഫറായി. മകളുടെ സ്ഥാനത്ത് ഭാര്യയെയും വെച്ചുകൊടുത്തു. പോത്തിഫറിന്റെ ഭാര്യ സുലൈഖ തന്നെയാണല്ലോ. പിന്നെ അവരെ യൂസുഫുമായി വിവാഹം ചെയ്യിക്കുന്നതിനു വേണ്ടി പോത്തിഫറിനെ മരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് യൂസുഫ് സുലൈഖ കല്യാണ കഥ പൂർണ്ണമായത്. قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون. യൂസുഫ് പറഞ്ഞു, അല്ലാഹുവിൽ ശരണം. ഞങ്ങളുടെ മുതൽ കണ്ടെത്തിയത് ആരുടെ പക്കലാണോ അവനെയല്ലാതെ മറ്റൊരാളെ എങ്ങനെ ബന്ദിയാക്കും? അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അക്രമികളായിത്തീരും. ഇവിടെ കള്ളൻ എന്ന് പറയാതെ ഞങ്ങളുടെ മുതൽ കണ്ടെത്തിയത് ആരുടെ പക്കലാണോ അവൻ എന്ന് പറയുന്നതിലെ സൂക്ഷ്മത ശ്രദ്ധേയമാകുന്നു. സാങ്കേതിക ഭാഷയിൽ ഇതിനെ തൗരീയത്ത് എന്ന് വിളിക്കുന്നു. യാഥാർത്ഥ്യം വ്യക്തമാക്കാതിരിക്കുക, സത്യം അവ്യക്തമാക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ സത്യത്തിനെതിരായി എന്തെങ്കിലും പറയാതെ മർദ്ദിതനെ മർദ്ദകനിൽ നിന്ന് രക്ഷിക്കാനോ വലിയ ആക്രമണങ്ങൾ തടയാനോ സാധ്യമായെന്ന് വരില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധനായ ഒരാൾ വ്യക്തമായി കളവ് പറയാതെ തിന്മ തടയുന്നതിനു വേണ്ടി യാഥാർത്ഥ്യം അവ്യക്തമാക്കുന്ന വാക്കുകൾ പറയുകയോ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയോ ചെയ്യാനാണ് ശ്രമിക്കുക. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ വലിയ തിന്മകൾ തടയുന്നതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ധാർമ്മികമായോ മതപരമായോ തെറ്റാവുകയില്ല. യൂസുഫ് നബി തന്റെ എല്ലാ ഇടപാടുകളിലും തൗരീയത്തിന്റെ മുഴുവൻ നിബന്ധനകളും പാലിച്ചതായി കാണാം. സഹോദരന്റെ ഇഷ്ടത്തോടുകൂടി അവന്റെ ഭാണ്ഡത്തിൽ പാനപാത്രം വെച്ചു. പക്ഷെ അവരുടെ പേരിൽ മോഷണം ആരോപിക്കണമെന്ന് യൂസുഫ് തന്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടില്ല. പിന്നീട് ഉദ്യോഗസ്ഥന്മാർ മോഷണം ആരോപിച്ച് അവരെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അവരുടെ ഭാണ്ഡങ്ങൾ നിശബ്ദനായി പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്.
അതിനുശേഷം ബിനിയാമീന് പകരമായി ഞങ്ങളിൽ നിന്നൊരാളെ പിടിച്ചുവെക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നു. അപ്പോഴും യൂസുഫ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ: ആരുടെ പക്കലാണോ ഞങ്ങളുടെ മുതൽ കണ്ടെത്തിയത് അവനെ പിടിച്ചുവെക്കാമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നെ ബിന്യാമീന്റെ ഭാണ്ഡത്തിൽ നിന്ന് നമ്മുടെ ചഷകം കിട്ടിയിരിക്കുന്നു. അതിനാൽ അവനെ മാത്രമേ നാം തടഞ്ഞു വെക്കുകയുള്ളൂ. പകരമായി മറ്റൊരാളെ തടഞ്ഞു വെക്കുന്നതെങ്ങനെ? തൗരീയത്തിന്റെ ഇത്തരം ഉദാഹരണങ്ങൾ നബി തിരുമേനിയുടെ യുദ്ധങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവ ധാർമ്മികമായി തെറ്റാണെന്ന് പറയാൻ ഒരു തെളിവുമില്ല. فَلَمَّا اسْتَيْأَسُوا مِنْهُ خَلَصُوا نَجِيًّا قَالَ كَبِيرُهُمْ أَلَمْ تَعْلَمُوا أَنَّ أَبَاكُمْ قَدْ أَخَذَ عَلَيْكُمْ مَوْثِقًا مِّنَ اللَّهِ وَمِن قَبْلُ مَا فَرَّطتُمْ فِي يُوسُفَ فَلَنْ أَبْرَحَ الْأَرْضَ حَتَّى يَأْذَنَ لِي أَبِي أَوْ يَحْكُمَ اللَّهُ لِي وَهُوَ خَيْرُ الْحَاكِمِينَ. യൂസുഫിനോട് വാദിച്ചു നിരാശപ്പെട്ടപ്പോൾ അവർ ഒരു മൂലയിൽ ചെന്ന് കൂടിയാലോചന നടത്തി. അവരിൽ മുതിർന്നവൻ പറഞ്ഞു: പിതാവ് അല്ലാഹുവിന്റെ നാമത്തിൽ നമ്മോട് പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞുകൂടെ? മുമ്പ് യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്ത അക്രമവും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഈ നാട് വിടുകയില്ല, പിതാവ് എനിക്ക് അനുവാദം നൽകുന്നതുവരെ, അല്ലെങ്കിൽ അല്ലാഹു തന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമരുളുന്നതുവരെ. അവനല്ലോ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ.